ത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് സമർപ്പിച്ച ഹർജിയിൽ ഭരണഘടനയുടെ അനുച്ഛേദം 200, 201 എന്നിവ വ്യാഖ്യാനിച്ച് ഗവർണർക്കോ രാഷ്ട്രപതിക്കോ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിനുമേൽ അനന്തകാലം അടയിരിക്കാനാവില്ലെന്ന് വിധിയെഴുതുകയും രാഷ്ട്രപതിക്കും ഗവർണർക്കും തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ദീർഘകാലമായി ഗവർണർ തടഞ്ഞുവെച്ചുകൊണ്ടിരുന്ന ചില ബില്ലുകൾ സുപ്രീം കോടതിക്ക് അനുച്ഛേദം 142 നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് അനുമതി നൽകിയതായി കണക്കാക്കാമെന്ന തീരുമാനവും കോടതിയെടുത്തു. ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ഉപദേശം തേടുകയാണ്. സുപ്രീം കോടതി വിധി പറഞ്ഞ ഒരു കാര്യത്തിൽ പിന്നീട് അഭിപ്രായം ഉന്നയിക്കേണ്ടതുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി രാജ്യത്തെ നിയമമാണ്. ഈ ഉപദേശം പറയാൻ പോകുന്ന ബെഞ്ചിനും അത് ബാധകമാണ്. അനുച്ഛേദം 143 മുഖേനയുള്ള അഭിപ്രായത്തിന് ഉപദേശക സ്വഭാവം മാത്രമാണുള്ളത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പോലെ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയേണ്ടതുണ്ടോ എന്ന പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അവഗണിച്ച് മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള ഉപദേശക ബെഞ്ച് കാര്യങ്ങൾ പുനഃപരിശോധിക്കുകയാണ് ഉണ്ടായത്. ഗവൺമെൻറ്റിൻ്റെ ചോദ്യങ്ങളിൽ ഫലത്തിൽ തീർപ്പ് കൽപ്പിച്ച നിയമപ്രശ്നങ്ങളുടെ പുനഃപരിശോധനയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വാസ്തവം അങ്ങനെയാണെങ്കിലും വിധി തിരുത്താനോ പിൻവലിക്കാനോ മാറ്റി നിർത്താനോ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന കുയുക്തിയാണ് കോടതി ഉപദേശത്തിന് ന്യായീകരണമായി കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ നാളെ പാർലമെൻറ്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, അങ്ങനെ ഒരു അഭിപ്രായം തേടിയാൽ കേശവാനന്ദ ഭാരതി കേസിലെ വിധി മറികടക്കാൻ കഴിയുമെന്ന് വരില്ലേ? ജുഡീഷ്യൽ അച്ചടക്കത്തെയും കോടതി വിധികളുടെ അന്തിമത്വത്തെയും അട്ടിമറിക്കുകയാണ് ഈ റഫറൻസ്. ഗവൺമെൻറ്റുകൾക്ക് സാധാരണഗതിയിൽ എല്ലാ പൗരന്മാർക്കും ലഭ്യമായ റിവ്യൂ ക്യൂറേറ്റീവ് പെറ്റീഷനുകൾക്ക് പുറമെ തങ്ങൾക്കിഷ്ടമല്ലാത്ത കോടതി വിധികളെ അട്ടിമറിക്കുന്നതിന് പുതിയൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഏത് കേസിലും വിശാല ബെഞ്ച് രൂപീകരിച്ച് വിധികളെ ഇങ്ങനെ എളുപ്പത്തിൽ പുനഃപരിശോധിക്കാം എന്ന് വരുന്നു. ഡോക്ടർ അംബേദ്കർ ഏറ്റവും കൂടുതൽ വിലമതിച്ച മൂല്യങ്ങളിലൊന്ന് ഭരണഘടനയിൽ സംരക്ഷിക്കപ്പെടുന്ന ഫെഡറലിസമാണ്. അംബേദ്കറൈറ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വിധിയിലൂടെ നമ്മൾ കണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭയുടെയും ക്യാബിനറ്റിൻ്റെയും ഉപദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഭരണഘടനാപരമായ തലവൻ മാത്രമാണ് ഗവർണർ, അല്ലാതെ ഒരു സമാന്തര ഭരണകൂടമല്ല.